എല്ലാവരുടെയും നേതൃത്വമായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ് മസ്ഊദ് സഖാഫി ഉസ്താദിന്റെ ജനാസ നിസ്കാരത്തിന് ഉസ്താദ് അവറുകൾ വന്നിരുന്നില്ല. ഉസ്താദിന്റെ ഫേസ്ബുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഉസ്താദിന്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞാൻ ഡൽഹിയിലുള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക് എത്താൻ കഴിയാത്തത് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, നല്ല തണുപ്പുള്ള നാട്ടിൽ ഈ പ്രായത്തിൽ എന്തിനാണ് ഉസ്താദ് പോകുന്നത്? ഉമ്മത്തെ നമുക്ക് കാവലാകാനാണ്, അനുയായികളെ നമ്മുടെ ഇസ്സത്തിന് വേണ്ടിയാണ്. ഏത് മനുഷ്യന് എനിക്ക് സുഖമില്ല, ഞാൻ പറയട്ടെ, ഈ വാള് ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ സുഖമില്ലാത്ത ആളുണ്ടാകും, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തവനുണ്ടാകും. അവര് പറയും, ഞാൻ ഇന്നലെ വന്നിട്ട് ഭയങ്കര തലവേദന കൊണ്ട് ആ പരിപാടിക്ക് വരാതിരുന്നത്. ഒരു മീറ്റിംഗ് വിളിച്ചാൽ, ഒരു SYSന്റെ മീറ്റിംഗിന്, SSFന്റെ മീറ്റിംഗിന് വിളിച്ചാൽ എന്റെ കാലിന് ചെറിയൊരു വേദന ഒന്നുണ്ടാ ഞാൻ വരാതിരുന്നത്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞതിന് മുമ്പത്തെ റബീഉൽ അവ്വലിൽ സാധുവായ ഞാൻ 10 ദിവസത്തെ ICFന്റെ പ്രഭാഷണത്തിന് വേണ്ടി അബൂദാബിയിലായിരുന്നു. അതിന്റെ സമാപന ദിവസമാണ് സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉന്നതരായ സമസ്തയുടെ നേതാക്കളുടെ പ്രസ്താവന വന്നത്. നമ്മളെ ജീവിതത്തിൽ കേട്ട് പരിചയമുള്ളത്, നമുക്ക് വേണ്ടി ഉസ്താദ് ദ്വാരുന്നതാണ് നമുക്ക് പരിചയം ഉണ്ടായത്. ശൈഖുന നമുക്ക് വേണ്ടി ദ്വാരുന്നതേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഉസ്താദ് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കൽബ് കൊണ്ട് തകർന്നു പോയി. സുബ്ഹാനല്ലാഹ്, 11 ദിവസം നല്ല റാഹത്തിന് വഹദ് പറഞ്ഞു. 12ാമത്തെ ദിവസത്തിന്റെ സമാപനമാണ് സുഡാനി സെന്ററിൽ അബൂദാബിയിൽ. 5000-ഓളം ആള് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പരിപാടിയാണ്, അവർ പ്രതീക്ഷയോടുള്ളവരെ പരിപാടി. ആ പരിപാടിക്ക് ഇറങ്ങുമ്പോഴാണ് ഈ സംഗതി വാർത്ത കേൾക്കുന്നത്. അതോടെ പിന്നെ കൽബ് തകർന്നു പോയ സംസാരമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ മദ്ഹുർ റസൂൽ വഹദ് പറയുമ്പോൾ വാക്കുകൾ കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടില്ല. ഉസ്താദ് അവരുടെ കൽബ് ഇങ്ങനെ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, വാദല്ലെന്തല്ലുവായി മൊത്തത്തിൽ സംഘാടകർക്ക് മുഴുവനും ക്ഷീണവും പ്രയാസവും സങ്കടവുമാണ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും, എല്ലാ കുടുംബ ഗ്രൂപ്പുകളിലും ഉസ്താദ് അവർക്ക് വേണ്ടി ഖത്മ നേർച്ചയാക്കാണ്, നോമ്പ് നേർച്ചയാക്കാണ്. 4444 സ്വലാത്ത്, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ബുർദകൾ ചൊല്ലുന്നു. അങ്ങനെ മുഅ്മിനീങ്ങളെല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിനോട് കാണുകയാണ്, കരഞ്ഞു പറഞ്ഞു, അല്ലാഹ്, ഞങ്ങൾ ആദരണീയരായ ഉസ്താദ് ക്ഷീണം വന്ന് കടന്നുപോയത് ഈ ഉമ്മത്തിന് കാവലിരുന്നത് കൊണ്ടാണ്. അല്ലാഹ്, പട്ടാളക്കാര്, മിലിറ്ററിക്കാര് രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്കെതിരെ കാവലിരിക്കുന്നത് പോലെ രാഷ്ട്രീയക്കാരുടെയും വിദഅത്തുകാരുടെയും ഫാസിസ്റ്റുകളുടെയും എല്ലാം ആശയപരവും അല്ലാത്തതുമായ ആക്രമണങ്ങൾക്ക് ഈ ഉമ്മത്ത് വിധേയപ്പെട്ടു പോകാതിരിക്കാൻ എത്രയോ പകലന്തിയോളം ജീവിതത്തിന്റെ ഏകദേശ ഭാഗങ്ങളിലും കാവലിരിക്കുകയായിരുന്നു ആദരണീയരായ സുൽത്താനുൽ ഉലമാ. സത്യവും അസത്യവും, തന്റെ ദീനിന്റെ കാര്യം, നന്മയുള്ള കാര്യം, തന്റെ പരിശുദ്ധമായ ദീനിന്റെ ആശയത്തിന്റെ കാര്യം, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അത് നമ്മോട് ചാഞ്ഞു നിൽക്കുന്നവരോ അല്ലാത്തവരോ, ഭരിക്കുന്നവരോ ഭരിക്കാത്തവരോ, ആര് പറഞ്ഞാലും ഉസ്താദ് അവരുടെ ശബ്ദമുയരും. സുബ്ഹാനല്ലാഹ്, ആ ശബ്ദത്തിന് അപ്പോൾ ഒരു ഇടർച്ച നമ്മൾ കേൾക്കാറില്ല. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ രാത്രികൾ, എത്രയോ ദിവസങ്ങൾ ബോധമില്ലാതെ ഉസ്താദ് അവர்கள் കടന്നപ്പോൾ ഈ ഉമ്മത്ത് അല്ലാഹുവിനോട് ഒന്നിച്ച് കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ഒരല്പം ആഫിയത്തിൽ അല്ലാഹു തആല ഉസ്താദ് അവരെ തിരിച്ചു കിട്ടിയപ്പോൾ നമ്മൾ എന്താ കരുതിയത്? ഉസ്താദ് അവരെ ഇനി നമ്മളെ പള്ളിക്ക് ഉദ്ഘാടനത്തിന് ഉസ്താദിനെ കൊണ്ടുവരൂല, നമ്മളെ മദ്രസക്കോ നമ്മളെ സമ്മേളനത്തിന് കർണാടകയിൽ ഉസ്താദിനെ വിളിക്കണ്ട, കാസർഗോഡുകാർ തീരുമാനിച്ചു കാസർഗോട്ടേക്ക് ഉസ്താദിനെ വിളിക്കണ്ട, കണ്ണൂരുകാർ വിചാരിച്ചു ഇനി കണ്ണൂരിലേക്ക് ഉസ്താദിനെ വിളിക്കണ്ട, ഉസ്താദ് മർക്കസിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്, ഉസ്താദ് ആഫിയത്തോടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്, ഉസ്താദിനെ വിളിക്കൂല. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വിട്ടു, ഉസ്താദ് ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാണ് എങ്ങനെയുണ്ട് പ്രവർത്തനം. ഉസ്താദ് അവர்கள் എല്ലാ സ്ഥലത്തും മുന്നേ ഉള്ളതിനേക്കാൾ റാഹത്തിൽ സഞ്ചരിക്കാണ്. ഞാൻ പറയുന്നത് നമ്മുടെ മഹല്ലത്ത്
കഴുത്തിലുള്ള നമ്മുടെ യൂണിറ്റിലുള്ള SSFന്റെ യൂണിറ്റ് സമ്മേളനത്തിൽ യൂണിറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല. SOSന്റെ സർക്കിളിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് നേരമില്ല. സോണിന്റെ പരിപാടിക്ക് പോകാൻ നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ല. നമുക്കതിന് സമയം കിട്ടിയിട്ടില്ല. ലോകം മുഴുവനും കറങ്ങി നടക്കാ. ശൈഖുനാക്ക് അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഒരു മടിയും ഉസ്താദ് കാണിക്കുന്നില്ല. മക്കളും പേരമക്കളും അവരുടെ മക്കളുമായി ഒരു ഉപ്പാപ്പ നല്ല റാഹത്തിൽ വീട്ടിൽ താമസിക്കേണ്ട സമയമാണ്. പക്ഷെ ഉസ്താദ് അവർകൾ ലോകം മുഴുവനും സഞ്ചരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ മഹാനായ ഉസ്താദ് അവരുടെ പിന്നിൽ, മഹാന്മാരായ നമ്മുടെ ഉലമായിന്റെ പിന്നിൽ, താജുൽ ഉലമ കാണിച്ചു തന്ന മാർഗത്തിൽ അൽഹംദുലില്ലാഹ് അവരാരും അവരെ വിദ്വേഷം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പ്രസംഗിക്കുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ രഹസ്യമായോ പരസ്യമായോ വേറെ ഒരാളെ അയവാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. വേറൊരാളുടെ പ്രവർത്തന മേഖല നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ പോകുന്നത് ഖൈറായ വഴിയിലാണ്. ഇനി ആരെങ്കിലും നമ്മളോട് എതിർത്ത് വരികയാണെങ്കിൽ ഓനെയും കൂടി നന്നാക്കുന്ന പ്രവർത്തനമാണ്. പ്രതിപക്ഷത്തൊരാളെ നിർത്തേണ്ടതില്ല. കാരണം മുത്തുനബിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ പോകുന്നത് തങ്ങളെ മനസ്സിന് സമ്മതമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഈ ത്വരീഖത്തും ശരീഅത്തും ഗ്രൂപ്പിൽ പല ആളുകളുണ്ട്, ഒരു ഒട്ടൂരികളായ പല ആൾക്കാരുണ്ട്. അതിൽ ഈ നൗഷാദ് ബാബു, സുനീർ കുരുവട്ടൂര്, അബു ബത്തുൽ, ഈ മൂന്നാൾക്കാർ ഇതിലുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയാണ്. ഇല്ലെങ്കിൽ അവരെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണം ഈ സന്ദേശം. ഇന്ന് രാവിലെ മുതൽ എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരുപാട് സഹോദരന്മാർ ഈ മൂന്നാൾക്കാരെ ഒരു പോസ്റ്റ് ഇങ്ങനെ എൻ്റെ വാട്സപ്പ് ഇട്ടുണ്ട്. ഞാൻ കണ്ട് എല്ലാവർക്കും അൽഹംദുലില്ലാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ മൂന്നാൾക്കാർ ചെയ്യുന്ന സേവനം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് നന്മകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനവകളെ സംബന്ധിച്ച് എന്തോ ഒരു വേണ്ടാത്ത ഈബത്തോ നമീബത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ഈത്തപ്പഴം കൊടുത്തയച്ചെന്നും അലുവ കൊടുത്തയച്ചെന്നൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താണ് മഹാനവരോട് ചോദിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ധാരാളം നന്മ ഉണ്ടാക്കി തരുന്നുണ്ട് അവർ, അതുകൊണ്ട് അവരൊന്നും സൽക്കരിച്ചതാണ്. ഇതുപോലെ ഈ മൂവർ സംഘത്തെ ആർക്കും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് തന്നെ നേരിട്ട് കാണാൻ കഴിയുകയാണെങ്കിൽ എന്തോ കൊടുക്കേണ്ടിനി. അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഇന്ന് രാവിലെ മുതൽ വലിയ സന്തുഷ്ടനാണ്. ആ മൂന്നാളുകളും കൂടുതലും ഷെയ്ഖുനെ സംബന്ധിച്ചും പേരുടുസ്ഥാനെ സംബന്ധിച്ചും പന്മടസ്ഥാനെ സംബന്ധിച്ചാണ് അവർ പോസ്റ്റർ കൂടുതൽ എഴുതൽ. അതുപോലെ വേണ്ടാത്ത ഒരുപാട് പോസ്റ്റുകൾ എഴുതുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പത്രക്കട്ടിങ്ങും അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്നാൽ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ ആലിമീങ്ങൾ ഒരു ദിവസമെങ്കിലും അൽഹംദുലില്ലാ അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ മേത്ത് ഒഴിഞ്ഞു കിട്ടുമല്ലോ. എന്നെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. 1-2 ദിവസം ഞാൻ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ പോസ്റ്ററൊക്കെ പ്രചരിപ്പിച്ചവരാണ്, എല്ലാം ചെയ്തവരാ. ഇപ്പോൾ ഞാൻ എൻ്റെ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്തായി, എന്നെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങൾ അവർ പല സ്ഥലത്തും ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് ആ സാധുക്കളായ മൂവർ സംഘത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പരുവത്തിലേക്ക് ആക്കിയതാരാണ്? നിങ്ങൾ അങ്ങനെ ആയിത്തീരാനുള്ള കാരണം എന്താണെന്ന് ചിന്തിക്കേണ്ട മക്കളെ. ഇതിങ്ങനെ കാലാകാലവും ഇങ്ങനെ എഴുതി നിങ്ങളെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്യുക, കറുത്തു പോകാണല്ലോ. ഇത് തിന്നണത് വിഷമല്ലേ? ഇത് നല്ല ടേസ്റ്റുള്ള സംഗതി അല്ലല്ലോ. വിഷം അറിയാതെ തിന്നാൻ ചത്തു മുമ്പ് ഞാൻ ആ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളിങ്ങനെ തീറ്റിപ്പിച്ച്
അതുപോലെ തന്നെ ഇങ്ങനത്തെ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഷെയ്ഖിനെയാണോ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളിപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ തലങ്ങനെ ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ എഴുതുന്നു, പിന്നെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ ഈ സംഗതി ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി. മരണം എന്ന സംഗതി വരാനല്ലേ, ഖബറിൽ കിടക്കണ്ടേ, മഹ്ശറിൽ ചെല്ലണ്ടേ. മനുഷ്യന്മാർ ചിലപ്പോൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. അത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രചരിപ്പിക്കാൻ പാടില്ല. മൻ സത്തറ മുഅ്മിനൻ സത്തറല്ലാഹു യൗമൽ ഖിയാമ എന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ അള്ളാഹു അവനെന്ത് ചെയ്യും? ആഖിറത്തിൽ അവൻ്റെ ന്യൂനത മറച്ചു വെക്കുന്ന ഇതാ മുത്തുനബിയുടെ ചര്യതാണ്. ഇത് പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ആണ് നമ്മൾ ഇത്തിബാഅ് ചെയ്യേണ്ടത്. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങളെ ഷെയ്ഖ് പറയണ്ടേ അത് ചെയ്യാൻ പാടില്ല, ഈബത്താണ്, നമീമത്താണ്, ഖതുഫാണ്, അത് ഭയങ്കര വിഷയം, അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. അത് നിങ്ങളെ കൊണ്ട് ഇനിയിപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ കാലാകാലം ഞാൻ മരിച്ചു പോയാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കൂലേ? നിങ്ങൾ മരണപ്പെട്ടാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പ്രശ്നമല്ല, അൽഹംദുലില്ലാ, സന്തോഷം. ഖിയാമത്ത് നാൾ വരെ ഓടട്ടെ, ഞാൻ ഖബറിലായിരിക്കും. അപ്പോൾ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് അൽഹംദുലില്ലാ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളും ഖബറിലായിരിക്കും. ആരൊക്കെ വായിക്കുന്നുണ്ട് അതിൻ്റെ ഓരോ നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ ഇങ്ങനെ നിങ്ങളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഖബറ് മഹ്ശർ 1000 കൊല്ലത്തിന് ശേഷം വരേണ്ടതല്ല. ഖബറ് മഹ്ശറ പിന്നെ വരാണ്ടാവും. ഖബർ എന്നുള്ള ഇത് നാളെയും വരാം, മറ്റന്നാളും വരാം, ഏത് സമയത്തും കടന്നു വരാം. അതിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? നമ്മൾ ചെയ്ത എന്തെങ്കിലും തുടങ്ങി വെച്ച ഒരു നന്മയുടെ അംശങ്ങൾ, അത് ഹസനാത്ത് നമ്മളെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാ, അത് നന്മ ചെയ്യുമ്പോൾ എൻ്റെ ഈ വോയിസിൻ്റെ പ്രതിഫലം എനിക്ക് ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും, ഖബറിലും മഹ്ശറിലും എന്നൊക്കെ. ഇതൊക്കെ നാളെ ഹാജരാക്കപ്പെടുമല്ലോ. നിങ്ങൾ ഓരോ പോസ്റ്റുകളും എൻ്റെ ഈ വോയിസുകളൊക്കെ നാളെ മഹ്ശറിൽ എന്ത് ചെയ്യും? മഹ്ശറിൽ നാളെ എല്ലാം നമ്മൾ വിചാരണ ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പറ്റി പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് സഹതാപമുണ്ട്. നിങ്ങൾ ദിവസവും കൂടുന്നതനുസരിച്ച് കുഫ്രിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസം അനുസരിച്ച് നിങ്ങളെ കൽബ് കറുത്ത് നിങ്ങൾ എന്തോ ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മാറിയിട്ട് ഒന്ന് ചിന്തിച്ച്, അതിനെ ഞാൻ വോയിസ് അയച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സാധാരണക്കാർ എൻ്റെ PM വന്ന് എന്നോട് പൊരുത്തപ്പെടിച്ച്, ഉസ്താദേ നിങ്ങളെ ഈ പത്രക്കട്ടിങ് ഞാനും എന്തായിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ പരിപാടി എന്താ എല്ലാവരുടെ വാട്സപ്പിലേക്കും ഈ ഇത് പത്രക്കട്ടിങ് ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫേസ്ബുക്കിൽ വന്നല്ലോ, പരസ്യമായിട്ട് വന്നല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എല്ലാവരും അറിയല്ലോ. എല്ലാവരും ഇനി അറിഞ്ഞാലും ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട്, ജല്ല ജലാലുഹു അള്ളാഹു. സത്യങ്ങളൊക്കെ ഓനറിയാം, വ്യക്തമായിട്ട് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ആരും നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും പറയുന്നില്ല. എല്ലാം അള്ളാഹ്ക്ക് അറിയാം. എല്ലാത്തിനും എന്ത് ചെയ്യും? എല്ലാ വിഷയത്തിനും അതാ പറഞ്ഞു, യഅലമു അല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. അള്ളാഹ് അറിയും, നിങ്ങളറിയില്ല. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് ഓരോട് പറയാനുള്ളത്, മക്കളെ, സുഹൃത്തുക്കളെ, ഈ ബാബുവിനോടും ഈ സുനീറിനോടും എന്താ അബു വത്തൂലിനോടും പറയാനുള്ളത്, ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക. ഇതൊരു പക്ഷേ നിങ്ങൾക്കുള്ള ഹിദായത്തിൻ്റെ മാർഗമായിരിക്കും. പക്ഷെ നിങ്ങൾ തിരസ്കരിക്കും. കാരണം അതിലും വലിയ ആലിമീങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുന്നില്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങൾ എടുക്കില്ല എന്നൊക്കെ. എന്നാലും എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് ഒരു ഹിദായത്തിൻ്റെ മാർഗം അല്ലാഹ് നിങ്ങൾക്ക് തരികയാണെങ്കിലോ വിചാരിച്ചിട്ടാണെന്ത് ഈ ഒരു മെസ്സേജ് ഞാൻ അയക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യാം, ഒന്നുകൂടി ചിന്തിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ദുനിയവിയ വലഹും അദാബുൻ അലീമും ഫിദ്ദുനിയ വൽ ആഖിറ എന്നാണ്. ഇന്നല്ലദീനെ ഖുർആൻ പറയും, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്തു എന്ന് പറയും ഫില്ലദീന ആമനു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് വേണ്ടാത്തരം പ്രചരിപ്പിക്കുന്നവർ ലഹും അദാബും അലീമും ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിൽ അവർക്ക് അലീമായ ശിക്ഷയാണ്, വേദനാജന ശിക്ഷയാണ്. ശിക്ഷ എന്താ?
അദാബ് എന്ന് പറഞ്ഞാൽ എന്താ? ആലിമീങ്ങളെ ചീത്ത പറയുക ഏറ്റവും വലിയ അദാബാ. കളവ് പ്രചരിപ്പിക്കൽ ഏറ്റവും വലിയ അദാബാ. ഗീബത്തും നമീമത്തും അത് അദാബാണ് അല്ലേ? വലിയ പടുക്കളായ വലിയ വലിയ ആലിമീങ്ങളെ എന്തൊക്കെയാണ് പോലെ ഫേസ്ബുക്കിൽ എനിക്ക് ഇത് വിഷയം കിട്ടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു പ്രശ്നമില്ല. ഷെയ്ഖുന ഉസ്താദ് അവരുടെ സംബന്ധിച്ച് എഴുതി, ഖലീൽ തങ്ങളെ സംബന്ധിച്ച് എഴുതിയത്, പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് എഴുതിയത്, ഇതൊക്കെ ഓർക്ക് ധൈര്യം എന്താ വെച്ചാൽ അവിടുന്ന് അന്ന് പണ്ടും പറഞ്ഞിരുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ആഞ്ഞടിച്ചോളി പറഞ്ഞോളി, ഓലൊക്കെ ഹിദായത്തുനിന്ന് പോയിട്ടുണ്ട്. ഓലൊക്കെ ഇപ്പൊ സുന്നത്തമായത്തിലില്ല, ഓല് സുന്നികളല്ല, ഓലൊക്കെ നിഫാക്ക് വന്നിട്ട് അവിടെ ആ ആലിമ്യങ്ങളെ സംബന്ധിച്ച് പറയൽ വലിയ മഹത്തുള്ള സംഗതിയാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ പറഞ്ഞ പേരോട് ഉസ്താദിന് പെരുമാൾ ഉസ്താദിന് എതിരെ എന്ത് ചെയ്യണം, പറയണം, കാരണം നമുക്ക് കൂലിട്ടുന്ന സംഗതി ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, ക്ലാസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ പാവങ്ങൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ പ്രചരിപ്പിക്കുകയാണ്. ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഈ എൻ്റെ വിഷയം ഉണ്ടായിട്ട് പറയല്ല. നിങ്ങൾ എൻ്റെ വിഷയം ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അതിൽ ഒരുപാട് കളവുകൾ എഴുതിയിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയില്ല. പിന്നെ ഞാൻ അവിടുന്ന് എന്താ ചങ്ങായി ഇത് അവിടുന്ന് ഞാൻ പിന്നീട് എന്നെ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഞാൻ പൊട്ടിക്കരിഞ്ഞെന്നൊക്കെ പറഞ്ഞ പച്ച നുണയാണ്. ഒരാളങ്ങനെ സാക്ഷ്യപ്പെടുത്തതിൽ ഞാനങ്ങനെ പറഞ്ഞതിൽ അല്ലെങ്കിൽ ഓനെ ഇങ്ങനെ പറഞ്ഞതിന് എന്ത് സാക്ഷി ഉണ്ടോ? ആരെങ്കിലും ഒക്കെ അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ്. അതൊക്കെ പുതിയ പുതിയ ഉണ്ടാക്കി അവിടെയുള്ള ആൾക്കാരെന്ത് ചെയ്യാണ്, ഇത് തീറ്റിപ്പിക്കുകയാണ്, അവിടെ പിടിച്ച് നിർത്തുകയാണ്. ഒക്കെ പച്ചക്കളവാണ്. പണ്ട് പറഞ്ഞില്ലേനോ, ഞങ്ങളോട് പറഞ്ഞ എന്തേനി, 40-ാം വയസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാവുന്ന, ഞങ്ങളോട് നേരിട്ട് വന്ന അബുഹാജിനോടും എന്നോടും ഒക്കെ പറഞ്ഞതാ, നിങ്ങളുണ്ടാവും എനിക്ക് 40-ാം വയസ്സിൽ കമാലിയത്ത് കിട്ടുന്നതിന് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഷെയ്ഖ് പറഞ്ഞിന് 40-ാം വയസ്സിൽ കമാലിയത്ത് കിട്ടും, ആ സമയത്ത് നിങ്ങളുണ്ടാവും നിങ്ങളെ കാര്യം കുറച്ച് ബേജാറാണ്. കൂടെ പോയി അബുഹാജിനോട്, അബുഹാജിക്ക് ടെൻഷനായി. അപ്പോൾ പ്രശ്നമല്ല, അബുഹാജി നിങ്ങളുണ്ടാവും. ഷെയ്ഖിനെ വന്നുകള് ആര് CM വരുള്ള അപ്പാടെ ഹാജരായി പറഞ്ഞ് ആ അബുഹാജി ഉണ്ടാവും. പിന്നെ വേറെ ആരാണ്ടതിൽ അയാൾ മരണപ്പെട്ടു, അയാളും പറഞ്ഞു നിങ്ങളും ഉണ്ടാവും. പാവം ആ സാധു മരിച്ചുപോയി. അബുഹാജി ഇപ്പം ഇല്ല, ഞങ്ങളൊക്കെ പോകുന്ന അവിടുന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആ കൂടാരത്തിലില്ല. ഉണ്ടാവും എന്ന സമയത്ത് ഞങ്ങളാടല്ല. അപ്പം അച്ഛന്നോണ ഉണ്ടാവും. അവൻ 40 ആകുമ്പോഴത്തേനൊക്കെ അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് ഹിദായത്ത് അവന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പച്ച നോണ ഷെയ്ഖുന വന്നു എന്നൊക്കെ പറഞ്ഞത് ഇത് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്, ഷെയ്ഖുന എന്നൊക്കെ പറഞ്ഞിട്ട് മദത് അൽ മദത് യാ ഷെയ്ഖുന, ഇവനെ പറ്റിയിട്ടേ ഇവൻ്റെ മദത് കിട്ടിയാലേ ഇവൻ്റെ മദതാ പോർക്ക് കിട്ടുന്നത്. ഈ അതായത് ഈ വലിയ എന്ന് പറഞ്ഞ് അടുക്കുന്ന ഈ ചങ്ങായിൻ്റെ മദതാണ് ഇപ്പം ഈ നൗഷാദിനും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ 3 കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കി, ഈ ആളുകൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഓൻ്റെ മതം എന്താണ്? ആലിമ്യങ്ങളെ ചീത്ത അറിയുക, അതുപോലെ തന്നെ അവിടെ പോയി സ്റ്റേജ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മുദ്രാവാക്യം വെച്ച് ഫേസ്ബുക്കിൽ തോന്നിയാസ് ചെയ്തുക. ഇത് ഓൻ്റെ മതതാണ്, അത് ഓന് കിട്ടുന്നുണ്ട്. അതാണ് അൽ മദത് യാ ഷെയ്ഖുന ചങ്ങായി ഇപ്പോൾ ഇന്നലെ എഴുതിയാണ് ഇവൻ്റെ ഫോട്ടോ വെച്ചാട്ട്. അതായത് ഈ വ്യാജ ഷെയ്ഖിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അൽ മദത് യാ ഷെയ്ഖുന, ഓൻ്റെ മദത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓൻ്റെ മദത് എന്താണ്? ഇതന്നെ, ആലിമ്യങ്ങളെ ചീത്ത അറിയുക, എന്നിട്ട് അതിന് കുറേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് അതല്ല, അങ്ങനത്തെ മതതല്ല നമുക്ക് വേണ്ടി. നമുക്ക് ഔസുൽ ആലമിൻ്റെ മദത്, കുത്തുബുൽ ആലമിൻ്റെ മദത്, നല്ല വഴിയിൽ കുത്തുബുൽ ആലം നിർദ്ദേശ ഷെയ്ഖുനാൻ്റെ കൂടെ നിൽക്കുക. അതുകൊണ്ട് ഈ 3 ആൾക്കാരോട് പറയാനുള്ളത്, ഒന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എഴുതിക്കൊള്ളട്ടോ, നിങ്ങളിത് ഫേസ്ബുക്കിലല്ല, ഇതിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ ഒക്കെ അങ്ങനെ നടക്കും. ഇതിൻ്റെ കട്ടിങ് ചിലപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ ഇനി എന്ത് ചെയ്താലും പ്രശ്നമല്ല, അതൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല, ഞാൻ കുറേ അനുഭവിച്ച മറ്റേ ഹൈക്കോടതി കേസ് മുതൽ അതുപോലെ തന്നെ പലതും അനുഭവിച്ച്. ഇതൊന്നല്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ തളർത്താൻ നോക്കി പല രൂപത്തിലും നോക്കിയിട്ടുണ്ട്, എൻ്റെ വായടക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലും നോക്കിയിട്ടുണ്ട്. ഞാൻ ശബ്ദിച്ചത് കൊണ്ട് ഇപ്പോൾ ആ കൂടാരത്തിൽ കുറേ ആൾക്കാരാണ് പോകുന്നത്. അതപ്പോൾ എൻ്റെ ഈ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ, പ്രശ്നമല്ല. പക്ഷെ ആഖിറുണ്ട്, ഖബറുണ്ട് എന്നുള്ള ചിന്ത നല്ലതാണ്.
ഇതൊന്നും അധികം നിലനിൽക്കില്ല. മനസ്സിലായില്ലേ? ഒക്കെ അള്ളാഹുവിൻ്റെ ഒരു ഇതുണ്ടായിട്ട്, അള്ളാഹുവിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ട് മാത്രം നമ്മളൊക്കെ ജീവിക്കണത്. അള്ളാഹു തആലാൻ്റെ തീരുമാനം എങ്ങനെ വരിക എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ പറയാൻ പറ്റൂല. ഒക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിൻ. എല്ലാം അള്ളാഹിൻ്റെ തീരുമാനം പ്രകാരം നടക്കുന്നതാണ്. അവിടുന്ന് അള്ളാഹിൻ്റെ തീരുമാനം നല്ലതാവണം, നല്ല തീരുമാനം നമുക്ക് വരണം. അതിനാ രാവിലെ തന്നെ വഖിന ശർറ മാ ഖളൈത്ത്, നീ വിധിച്ച ഷർറിനെ തൊട്ട് ഞങ്ങളെ കാക്കണം നമ്മൾ കുനൂത്തിൽ അള്ളാഹിനോട് രാവിലെ തന്നെ സുബഹിസ്കാരത്തിൽ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ മൂന്നാൾക്കാർ ഒന്നും കൂടി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, നന്നാവാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇനി ഇങ്ങനെ എന്ത് ചെയ്യും, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ലാസ്റ്റ് ആക്രിബത്ത് മോശമായി ലോകത്തുനിന്ന് ഇവിടെ വരേണ്ടി വരും. അതുകൊണ്ട് ഒരാളുണ്ടാവും മയ്യത്ത് നിസ്കരിക്കാനുണ്ടാവും. ഇപ്പോൾ പരിസരത്തൊക്കെ മരണം നടന്നവർ കണ്ടില്ലേ, എന്തൊരാൾക്കാർ വരേണ്ടതാ. എത്രയോ ആലിമീങ്ങൾ വന്ന്, എത്രയോ മുതഅല്ലിങ്ങൾ വന്ന് ദുആ ചെയ്യേണ്ട മയ്യത്തായിരുന്നു, ആരുമില്ല. പിന്നെ കുറച്ച് ആൾക്കാരവിടെ സദസ്സ് ക്രിയേറ്റ് ചെയ്ത് മരിച്ച വീട്ടിലെ കുറച്ച് ആൾക്കാർ മയ്യത്ത് നിസ്കരിച്ച് പോയി. ഇങ്ങനത്തെ ആൾക്കാർ അവിടെ വന്നത് കൊണ്ട് മുഅ്മിനീങ്ങളെ മയ്യത്ത് നിസ്കാരം കിട്ടാതെ എന്തായി, ആ സാധു മരണപ്പെട്ടു. അങ്ങനെ എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്. വലിയ വലിയ ആലിമീങ്ങൾ സാദാത്യങ്ങൾ വന്ന് ദ്വാരക്കേണ്ട മർക്കസിൽ നിന്നൊക്കെ, അതുപോലെ തന്നെ ധാരാളം മുത്താലിമീൻ, ഏതൊക്കെ സ്ഥാപനം അവിടെ നിന്നൊക്കെ മുത്താലിമീങ്ങളും ആലിമീങ്ങളും വന്ന് ദുആ ചെയ്യേണ്ട മയ്യത്ത് ആരുമില്ലാതെ എന്തായി ഖബറിലേക്ക് അടക്കപ്പെട്ടു പോയി. ഇതിനൊക്കെ കാരണം ആരാണ്? ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഷെയ്ഖ് വന്ന് വരെയൊക്കെ ഞാനായിട്ട് എൻ്റെ മതത്തിലാണ് മരിച്ചത്. അതിന് ഫേസ്ബുക്കിൽ ഷെയ്ഖുനെ വന്നു ആശീർവദിച്ചു. ഏത് ഷെയ്ഖിനു? നീ കാട്ട് കള്ളൻ വന്നിട്ട് ആശീർവദിച്ച് എന്ത് കിട്ടാനാ? കുറെ മുഅ്മിനീങ്ങളെ പ്രാർത്ഥന തടഞ്ഞു എന്നല്ലാതെ എന്താ കിട്ടിയത്? എന്തായാലും ഏൽപ്പിസ്തവൻ്റെ മരണങ്ങളായിരുന്നു പലതും. ഖലീൽ തങ്ങൾ ഒന്ന് ദുആ ചെയ്യേണ്ട മരണങ്ങളായിരുന്നു. അവർ മയ്യത്ത് നിസ്കരിക്കേണ്ട മയ്യത്തായിരുന്നു. പക്ഷെ ഒന്നും അങ്ങനെ കുറച്ച് സാധുക്കൾ മരണപ്പെട്ടു. ഇത് കണ്ട് പേടിച്ചിട്ട് എന്തായി, ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു. അൽഹംദുലില്ലാഹ്. ചില ആൾക്കാർ മരണം ചിലർക്ക് പാഠമായി. ഇത് കണ്ടിട്ടും പാഠം ഉൾക്കൊള്ളാത്ത ചില ആൾക്കാരാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, അതിന് പിന്നെ അത് എന്താ അന്ധമായ വിശ്വാസമാണ്. ഞാറുമില്ലെങ്കിലും എനിക്ക് എൻ്റെ ഷെയ്ഖുന മദീൻ, ഈ കാട്ടുകള്ളം മദീന്നാണ് എന്ത് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരവസാനമായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദുനിയാവിലും വലിയ വിപത്ത് സംഭവിക്കും, ആഖിറത്തിലും. ദുനിയാവിലെ അദാബുൽ അലീം പറഞ്ഞാൽ എന്താ? ഇതൊക്കെ തന്നെയാണ്. ഹിദായത്ത് നഷ്ടപ്പെടുക, ആലിമീങ്ങളെ ചീത്ത വരുന്ന റൂട്ടിൽ സഞ്ചരിക്കുക, സാമ്പത്തികമായിട്ടും വളരെ നഷ്ടമുണ്ട്. എനിക്കറിയാം. ഈ ഇതിലെഴുതിയ ഒരാള് മുമ്പ് സാമ്പത്തികമായിട്ട് ഉഷാറായി നടന്നിരുന്ന ആളാണ്. ഇപ്പം ഏതോ ഒരു ചങ്ങായിൻ്റെ കടയിൽ നിൽക്കുക. ഓൻ്റെ പണി ഏതാ? ഒരുത്തൻ്റെ കടയിൽ റേറ്ററായിട്ട് കാവൽക്കാരനായി നിൽക്കണ പണിയപ്പോൾ ഉള്ളത്. മനസ്സിലായോ? ഓൻ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടതെന്നല്ല, വലിയ ബിസിനസ് നടത്തി വലിയ സ്ഥാനത്തിലൊക്കെ എത്തേണ്ട ആൾക്കാരാണ്. നമ്മളെ കൂടെ ആലിമീങ്ങളെ കൂടെ പ്രാർത്ഥന ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ദർജയിലും വലിയ സാമ്പത്തിക സ്രോതസ്സൊക്കെ ഉണ്ടാകുന്ന ആളാണ്. ഇപ്പോൾ അതൊക്കെ എഴുതി ഓൻ്റെ എല്ലാം തീർന്ന് എന്തായി, ഇപ്പോൾ മറ്റവൻ്റെ ഏതോ ഒരു ചങ്ങായിൻ്റെ ഖാദിമായിട്ട് കൂടുകയാണ്. ഒരു പീടികയിൽ ഇങ്ങനെ റൈറ്ററായി നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ചിന്തിക്കണം. സാമ്പത്തികം വളരെ മോശമാണ്. നമ്മുടെ പോലെ പണ്ടേ അല്ലാത്ത ആൾക്കാരല്ല. പണ്ട് കുറേ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ എന്തായി, ഒന്നുമില്ലാതായി വളരെ മോശമായിട്ട് തരം താഴ്ന്നു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു പാഠാണ്. അതുകൊണ്ട് പാഠം ഉൾക്കൊണ്ട് എന്ത് ചെയ്യുക, ജീവിതത്തിലേക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്ക് എന്ത് ചാൻസ് ഉണ്ട്, ഷെയ്ഖുനാനടുത്ത് പോവാം, ഖലീൽ തങ്ങളടുത്ത് പോവാം. ചിന്തിച്ചു നോക്കിയാ ഖലീൽ തങ്ങളൊക്കെ പറഞ്ഞ് ഖലീൽ തങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞ് കടലുണ്ടി പോയിട്ട്. അത് കേൾക്കുമ്പോൾ കണ്ണുനീര് വന്നു പോകും. ഇങ്ങനെയുള്ള ഓരോന്നും വളരെ മോശമായിട്ടാണ് ഖലീൽ തങ്ങളൊക്കെ പറഞ്ഞത്. ഇന്നൊന്നും തുടങ്ങിയല്ല, എല്ലാ സയ്യിദന്മാരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ചോരല്ലേ ചീത്ത പറയാ. റസൂലുള്ള പറഞ്ഞില്ലേ, എൻ്റെ സ്വഹാബത്തിനും എൻ്റെ കുടുംബത്തിനെയും ചീത്ത പറയുന്നവർ ഹിദായത്ത് നഷ്ടപ്പെട്ടവരാണ്. ഇതന്നെ പോരെ തെളിവിന്? സ്വഹാബിമാരെയും എൻ്റെ കുടുംബത്തിനെയും, രണ്ട് കാര്യം. നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തെ ഞാൻ വെട്ടിച്ചു പോവാണ്. നിങ്ങൾക്ക് ഹിദായത്തിൻ്റെ മാർഗം തുറന്നു വരുന്നവരാണ് അഹ്ലു ബൈത്ത് അല്ലേ? ആ അഹ്ലു ബൈത്തിനെ ചീത്ത പറയാണ്. ചിന്തിച്ചു നോക്കി. ഇതിനൊക്കെ
അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, ഇതിനൊക്കെ മോട്ടിവേഷൻ കൊടുക്കുന്നു ഇങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ട് അവർ എന്തല്ല ഔലിയ പട്ടം പോയിട്ട് പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു അതിനെപ്പറ്റി വയസ്സ് പറഞ്ഞു, അങ്ങനത്തെ ഒന്നും ഒരിടത്തില്ല. എന്തോ ഒരു ശൈത്വാനിയായ എന്തോ ഒരു കഴിവ് അവനേതായാലും പേപ്പിച്ച്, പിന്നെ വാലും മുള്ളിലാണ് അവനേതായാലും പേച്ച് ഇനി മറ്റവരെ പേപ്പിക്കാണ്. ഈ സാധാരണക്കാരനായ പാവങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്നും തിരിയില്ല, ഇറ്റിക്കൊന്നവർക്ക് ഒന്നും തിരിയില്ല. എന്നിട്ട് ഓല ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഹിദായത്ത് നഷ്ടപ്പെടുത്തുക. അതുകൊണ്ട് അതിൽ പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗം തേടി സുന്നത്തമേത്തേക്ക് തിരിച്ചു വരണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.